അന്താരാഷ്ട്ര മാധ്യമമായ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത പരിപാടിയിലൂടെയാണ് ഇറാന്റെ ആണവ വിഷയത്തിലുള്ള നിലപാട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി ആവർത്തിച്ചത്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടയിൽ അമേരിക്കയുടെ B-2 ബോംബറുകളുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ സൗകര്യങ്ങൾ തകർന്നെന്നും അബ്ബാസ് അർഗച്ചി സമ്മതിക്കുന്നു. തങ്ങൾക്കെത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും തുടർന്നുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്നും ആണവ പരിഷ്കരണത്തിൽ നിന്നും ഇറാൻ പിന്തിരിയില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. US ആക്രമണത്തിലുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ ഗുരുതരമാണെന്നും അതിനാൽ ആണവ പദ്ധതികൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളുടെ നേട്ടമാണ് തങ്ങളുടെ ആണവ പദ്ധതികളെന്നും ഇറാൻ എന്ന രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ വിഷയമാണെന്നും ആണവ പദ്ധതികളിൽ നിന്നും പിന്നോട്ടു പോകുവാൻ ഇറാന് കഴിയില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി വെല്ലുവിളിക്കുന്നു. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രസ്താവന ഇറാൻ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണം, US-ഉമായി ഒരു കരാറിലെത്തണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്ന അമേരിക്കയുടെ നിലപാടിന് വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അണ്വായുധ നിർമ്മാണത്തിനാണെന്ന കാലങ്ങളായുള്ള ഇസ്രായേൽ കണ്ടെത്തലും വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുക്കുമോ എന്ന് ഈ നാളുകളിൽ കണ്ടറിയാം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.